ഇന്ന് എവിടെയെല്ലാം നിങ്ങൾ പോകുന്നുവോ, ആരെല്ലാം നിങ്ങൾ കണ്ടുമുട്ടുന്നുവോ, ഏതെല്ലാം വഴിയിലൂടെ പോകുന്നുവോ, ഏതെല്ലാം വാഹനങ്ങൾ ഉപയോഗിക്കുന്നുവോ, ഏതെല്ലാം സംഭവങ്ങളിൽ ഇടപെടുന്നുവോ, അവിടെയെല്ലാം സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി. സമയം ആയില്ല എന്ന് ഈശോ പറഞ്ഞിട്ട് പോലും മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ആ ഇല്ലായ്മപ്പെട്ട കുടുംബത്തിന് വേണ്ടി, കാനായിലെ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ സമയക്രമങ്ങൾക്ക് മധ്യസ്ഥയായി നിന്നവളാണ് പരിശുദ്ധ അമ്മ. നിൻ്റെ സമയത്ത് അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ അമ്മയുടെ സാന്നിധ്യം നമുക്കറിയാം. നിൻ്റെ കൂടെ ഉണ്ടാകുന്ന, അതിനുവേണ്ടി വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഇന്നത്തെ എല്ലാ ഈവൻസ് ആൻഡ് ഇൻസിഡൻസ്, എല്ലാ സംഭവങ്ങളെ കർത്താവ് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സമർപ്പണത്തിൻ്റെ, പ്രാർത്ഥനയുടെ, അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ്. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഞാൻ മക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള നിന്റെ സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ പൗരോഹിത്യത്തിൻ്റെ 38ാമത്തെ വർഷത്തിലെ, കൃപാസ്ഥാനത്താരെ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ 20ാമത്തെ വർഷത്തിലെ, കൃപാസ്ഥാനത്താരെ ജനകോടികളെ പ്രാർത്ഥിച്ച് ആരാധനയുടെ, 10,000കണക്കിന് ആരാധനയുടെ അടിസ്ഥാനത്തിൽ കൃപാസ്ഥാനം കടലിലും കരയിലും നടത്തിയിട്ടുള്ള 100 കണക്കിന് കൺവെൻഷനുകളുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയാൽ കർത്താവെ, ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും ഇപ്പോഴും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് ശിരസ്സ് നമിച്ച് കൈകൾക്കൊപ്പി നിൽക്കുന്ന ഓരോ മക്കളുടെ മേലും കർത്താവിൻ്റെ അടയാളം, ദൈവത്തിൻ്റെ ശക്തി പതിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വലിയ ശക്തിക്ക് നന്ദി പറയുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് കർത്താവ് ബ്ലോക്കിൽ പോകുന്നവരുണ്ട്, ഇന്ന് ഗവൺമെൻറ് ഓഫീസുകളിലേക്ക് പോകുന്നവരുണ്ട്, ഇന്ന് പാസ്പോർട്ട് ഓഫീസിൽ പോകുന്നവരുണ്ട്, വിസ ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട്, ഇന്ന് ബാങ്കിൽ പോകുന്നവരുണ്ട്, ഇന്ന് പഠിക്കാൻ പോകുന്നവരുണ്ട്, ഇന്ന് പരീക്ഷയ്ക്ക് പോകുന്നവരുണ്ട്, ഇന്ന് വ്യത്യസ്തമായ സാഹചര്യത്തിൽ വിഷമത്തോടെ പോകുന്നവരുണ്ട്, പോലീസ് സ്റ്റേഷനിൽ വരെ പോകുന്നവരുണ്ടാകാം കർത്താവെ, സ്ഥലസംബന്ധമായ വിഷയങ്ങൾക്ക് പോകുന്നവരുണ്ടാകാം കർത്താവെ. ഇങ്ങനെ ഓരോരോ കാര്യത്തിന് പോകുന്ന ഓരോരോ മക്കളെയും കർത്താവെ, നിൻ്റെ തിരുമുറുവാർന്ന വലതുകരം, നിൻ്റെ ആണിപ്പെടുതാർന്ന അത്ഭുതകരത്താൽ ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി എല്ലാം മധ്യസ്ഥം വഹിക്കണമേ. ഇന്ന് ആശുപത്രിയിൽ പോകുന്നവർ, പ്രസവത്തിന് പോകുന്നവർ, ഇന്ന് ഡേറ്റ് എടുത്ത് ഡോക്ടറെ കാണാൻ ഡേറ്റ് എടുത്തിരിക്കുന്നവർ, ഇന്ന് മറ്റ് ശരീരത്തിൻ്റെ വ്യത്യസ്ത സ്രാവങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നവർ, ഇന്ന് ഡോക്ടറുടെ ടെസ്റ്റ് പ്രതീക്ഷിക്കുന്നവർ, അതുപോലെ തന്നെ ബയോപ്സിയുടെ ടെസ്റ്റ് വരാനിരിക്കുന്നവർ, അതിനുവേണ്ടി പോകുന്നവർ, എക്സ്റേ എടുക്കുന്നവർ, കർത്താവ് വ്യത്യസ്തമായ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ വിവേചിക്കുന്ന ഡോക്ടർമാർ എല്ലാം, അവർ കർത്താവ് എല്ലാവരെയും പ്രാർത്ഥിച്ചോയെ. എത്രയോ ആയിരക്കണക്കിന് സാക്ഷികളാണ് കർത്താവെ. നീ തൊട്ട് കഴിയുമ്പോൾ കർത്താവെ എല്ലാത്തിൻ്റെയും വിഷയം മാറും. അവിടുന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം ഒപ്പിയെടുക്കുന്ന അളിച്ച കർത്താവിൻ്റെ വചനങ്ങൾ അക്ഷരാർത്ഥം പാലിച്ചുകൊണ്ട് നിൻ്റെ തിരുമുറുവാർന്ന വലതുകരം, നിന്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം കർത്താവെ ദൈവ മക്കളാകണമെങ്കിൽ കർത്താവ് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവകാശികളാകുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് കർത്താവെ ഞങ്ങൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവ്. ഇപ്പോഴേ എല്ലാ മക്കളും നീ സ്പർശിക്കണമേ. കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ, ഗർഭിണിയുടെ അമ്മമാരെ സ്പർശിക്കണമേ കർത്താവ്. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുഞ്ഞുങ്ങൾ, അതുപോലെ കുഞ്ഞുങ്ങളെ എടുത്തിക്കളണമെന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മസങ്കടത്തിലായിട്ടുള്ള മാതാപിതാക്കന്മാർ, പിരിയാൻ പോകുന്ന മാതാപിതാക്കന്മാർ, വഴക്കുള്ള മാതാപിതാക്കന്മാർ, കോടതി കേസായിട്ടുള്ള മാതാപിതാക്കന്മാർ, കല്യാണം ഒത്തു വരാൻ പോകുന്നവർ, നിശ്ചയത്തിന് വേണ്ടി ഡേറ്റ് നിശ്ചയിക്കുന്നവർ, വിവാഹം ഒത്തു വരാത്തവർ, വസ്തുസംബന്ധ തർക്കത്തിലുള്ളവർ, സ്ഥലസംബന്ധ തർക്കത്തിലുള്ളവർ, പലതരത്തിലുള്ള സിവിൽ കേസുകൾ, ക്രിമിനൽ കേസുകൾ, കള്ളക്കേസുകൾ എല്ലാം അകപ്പെടുത്തിയിരിക്കുന്നവർ, അങ്ങയുടെ തിരുസന്നിധി കണ്ണീരോടെ നിൽക്കുന്ന എല്ലാ മക്കളുടെ രേഖകളെ, എല്ലാ മക്കളുടെയും മനസ്സെ അങ്ങ് സ്പർശിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളം, ദൈവശക്തിയാൽ നിൻ്റെ ജീവിത തടസ്സങ്ങൾ, ദുരിതങ്ങൾ പരിശുദ്ധ അമ്മ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാധ്യസ്ഥത്തിൽ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. ഹാവ് എ ഗുഡ് ഡേ എൻ്റെ പ്രിയപ്പെട്ടവർ. ഇന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം ഡെയിലി ബ്രെഡ്, അവർ ഡെയിലി ബ്രെഡ്, അതിന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമെന്നല്ല പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കർത്താവിൻ്റെ വചനം ധ്യാനിക്കുന്നത്. ആ വചനം വിശ്വസിക്കുമ്പോൾ അത് നമുക്ക് അവകാശം ഓഹരിമാക്കി അതിൻ്റെ അനുഗ്രഹങ്ങൾ മാറുന്നതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ, അനുഭവതലമെന്ന് പറയുന്നത്. നമുക്ക് വായിക്കേണ്ട വചനം യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 21-ാമത്തെ വാക്യമാണ്. സ്ത്രീക്ക് പ്രസവ വേദന ആരംഭിക്കുമ്പോൾ
അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖം ഉണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ച് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 16-24 വാക്യത്തിൽ നമ്മളുടെ വേദനകൾ, വിശ്വാസിയുടെ വേദനകൾ, അഭിഷേകമുള്ളവൻ്റെ വേദനകൾ ശരിക്കും ഗർഭിണിയുടെ വേദനകളെ പോലെ കാണണമെന്നാണ് ഈശോ ആ വേദനയോടുള്ള ഒരു ക്രിസ്ത്യൻ സമീപനം അതാണ്. എന്നാൽ ഗർഭിണികൾക്ക് വേദന ഉണ്ട്, പക്ഷേ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും. അതുപോലെ ഉടമ്പടി നിങ്ങൾ അനുവർത്തിക്കുമ്പോൾ അത് വേദനയോടെയാണ്. അവർ കണ്ണുനീരോടെ വിതക്കാൻ പോകുന്നു, ആ കോവിത കറ്റയുമായിട്ട് ജയഘോഷത്തോടെ തിരിച്ചു വരുന്നു വന്നില്ലേ. അതുപോലെ എല്ലാം അവർ കണ്ണീരിൽ വിതക്കുന്നു, സന്തോഷത്തിൽ കൊയ്യുന്നു. ഇത് ഒരു സുവിശേഷത്തിൻ്റെ ഒരു രാസപ്രവർത്തനം ഇങ്ങനെയാണ്, ഒരു മെക്കാനിസം ഇങ്ങനെയാണ്. നമ്മൾ തുടങ്ങണെല്ലാം കണ്ണീരിലായിരിക്കും, പക്ഷെ അവസാനിക്കുന്ന സന്തോഷത്തിലായിരിക്കും. ഇത് കർത്താവിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. ഉടമ്പടി ഒരു വാഗ്ദാനത്തെ പ്രാപിക്കുന്ന പ്രാർത്ഥനാ പദ്ധതിയാണെങ്കിൽ അത് ചെയ്യണ കാലത്ത് നിനക്കിത് സങ്കടം ഉണ്ടെങ്കിലും ഗർഭിണിക്ക് പ്രസവ വേദന ഉള്ളതുപോലെ ആ വേദന ഉണ്ട്, പക്ഷെ അവർക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന ആന്തരികമായ സന്തോഷമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും ഉടമ്പടി കർത്താവ് ഏറ്റെടുക്കുകയും ആ പദ്ധതിയിൽ ദൈവം പ്രസാദിച്ചുകൊണ്ട് നിന്റെ കണ്ണീർ ഒപ്പിയെടുക്കുന്ന സമയം വിദൂരത്തല്ല എന്നോർക്കുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം നിനക്ക് അവകാശം ഓഹരിമാക്കട്ടെ. അങ്ങനെ സന്തോഷത്തോടെ ചെയ്യാൻ വേണ്ടി എല്ലാ ക്ലേശങ്ങളും അതിജീവിക്കാനുള്ള ആത്മശക്തി ലഭിക്കട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. എല്ലാ വിഷമതകളോടും കൂടി കർത്താവ് ചെയ്യുമ്പോൾ ഉള്ളിൽ അങ്ങയുടെ അനുഗ്രഹം ലഭിക്കാൻ പോകുന്നതിൻ്റെ പ്രത്യാശയുടെ സന്തോഷം അങ്ങയുടെ മക്കൾക്ക് ഈ ദിവസം അവകാശം ഓഹരിമാക്കാൻ വേണ്ടി അടിയും പ്രാർത്ഥിക്കുന്നു. സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മകളെ ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വെള്ളമില്ലാത്തവര്, വിസ ഒത്തുവരാത്തവര്, PR കിട്ടാത്തവര്, തിരിച്ചു പോരാൻ ഉദ്ദേശിക്കുന്നവര്, കയറിപ്പോകാൻ ഉദ്യമിക്കുന്നവര്, ഇൻ്റർവ്യൂ ഉള്ളവർ, ടെസ്റ്റ് ഉള്ളവർ, PSC പോലുള്ള ടെസ്റ്റുകൾക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, റാങ്ക് ലിസ്റ്റ് ഉള്ളവർ, അപ്പോയിൻമെൻറ്റ് പ്രതീക്ഷിക്കുന്നവർ, ജപ്തി നടപടി നേരിടാൻ പോകുന്നവർ, സാമ്പത്തിക കടമുള്ളവർ, വസ്തു വിൽക്കാൻ പോകുന്നവർ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ, കല്യാണം വിടുവിക്കാൻ പോകുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, ഉള്ള മക്കൾക്ക് ദുർനടപ്പുള്ളവർ, തെറ്റായ പ്രണയത്തിൽ പെട്ടുപോയവർ, കുടുംബത്തിൽ സമാധാനം ഇല്ലാതെ കേസിലായവർ, പോസ്കോ പോലുള്ള കേസിൽ ചെന്ന് കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്നവർ, മറ്റു തരത്തിലുള്ള കേസ് അകപ്പെട്ടിരിക്കുന്നവർ, എല്ലാവരുടെ മേഖലകളിലും കർത്താവിൻ്റെ കൃപ, വരുമാനത്തിൻ്റെ മാർഗങ്ങൾ, കർത്താവ് ഇടപെടാനുള്ള ഡേറ്റുകൾ എല്ലാം നിശ്ചയിച്ചിട്ടുള്ളവർ, അവിടെ മേലെല്ലാം കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ വേണ്ടി ഇടിമുഴക്കാൻ പോലെ ശ്രദ്ധിക്കട്ടെ. ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെന്ന് കർത്താവേ, അങ്ങനെ തിരുമുറവാർന്ന് വലത് കയറാൻ മക്കളെ സ്ഥിതി വെക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവേ. വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, വീട് കർത്താവേ, ജീവിക്കാനുള്ള മാർഗമില്ലാത്തവർ, ജോലിയില്ലാത്തവർ, വീട് നഷ്ടപ്പെട്ടവർ, വിസ നഷ്ടപ്പെട്ടവർ, വരാത്തവർ കർത്താവ്, വ്യത്യസ്തങ്ങളായ വിഷമതകളുടെ വേദന അനുഭവിക്കുന്നവർ, സമാധാനം ഇല്ലാത്തവർ, കുടുംബസമാധാനം ഇല്ലാത്ത കുടുംബങ്ങൾ, ഒത്തുവരാത്ത കല്യാണങ്ങൾ, മക്കളില്ലാത്തവർ, ഉള്ള മക്കൾക്ക് രോഗങ്ങളുള്ളവർ, തെറ്റായ പ്രണയബന്ധത്തിൽ അകപ്പെട്ടിരിക്കുന്നവർ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ, വഴക്കുള്ളവർ, അതിഥി തർക്കമുള്ളവർ, കേസ് അകപ്പെട്ടിരിക്കുന്നവർ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക തകർച്ചയുള്ളവർ, സാമ്പത്തിക കടങ്ങളുള്ളവർ, എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്ന ഇടിമ കർത്താവിൻ്റെ വലിയ ശക്തി ഈ നിമിഷം ഇടപെട്ട് വരികയും മാരക രോഗങ്ങൾ, തീരാവേദിക ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട്